ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. കാട്ടാന ആക്രമണം തടയാൻ കർശനമായ നടപടികളുമായി അധികൃതർ. MP കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അകമല ആസ്ഥാനമാക്കി താൽക്കാലിക RRT പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ആലത്തൂർ MP കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ വടക്കാഞ്ചേരി, ചേലക്കര പ്രദേശങ്ങളിൽ തുടരുന്ന വന്യജീവി ആക്രമണം തടയാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി അകമല കേന്ദ്രീകരിച്ച് താൽക്കാലിക RRT റാപ്പിഡ് റെസ്പോൺസ് ടീം പ്രവർത്തനം തിങ്കളാഴ്ച തന്നെ ആരംഭിക്കും. വനമേഖലകളിലെ ഫോറസ്റ്റ് ഓഫീസുകളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാൻ മറ്റു മേഖലകളിൽ നിന്നും ജീവനക്കാരെ പുനർവിന്യസിക്കും. ചേലക്കര, വാഴാനി എന്നിവിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സോളാർ ഫെൻസിംഗ് ജോലികൾ അടിയന്തരമായി പൂർത്തിയാക്കാനും വന്യമൃഗങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ സെൻസറുകൾ സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനമായി. വനയോര മേഖലകളിലെ പൊതുജനങ്ങളെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള PRT പബ്ലിക് റെസ്പോൺസ് ടീം ഇവരുടെ പരിശീലനം ഓഗസ്റ്റ് 13 തുടങ്ങും. ആനകളെ ജനവാസ മേഖലയിൽ നിന്നും തിരിച്ചയക്കാനുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി വേഗത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുതിരാൻ പദ്ധതിയുടെ ഭാഗമായി ലഭ്യമായ ഫണ്ട് ഈ വിഷയത്തിൽ വിനിയോഗിക്കാൻ തീരുമാനിച്ചു. ഘട്ടം ഘട്ടമായി ആനകളെ തുരത്തി പിന്നീട് മേഖലയിലേക്ക് കടക്കാതിരിക്കാനുള്ള തുടർ നടപടികളെക്കുറിച്ച് പീച്ചി, വാഴാനി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 13 വീണ്ടും യോഗം ചേരും. മൃഗങ്ങളുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാനും തീരുമാനമായി. താൽക്കാലിക RRT പ്രവർത്തനം തുടങ്ങുമെന്നും ജനങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ വനം വകുപ്പിൽ നിന്നും ഉണ്ടാകണമെന്നും എല്ലാ തീരുമാനങ്ങളും സമയബന്ധിതമായി നടപ്പാക്കണമെന്നും MP നിർദ്ദേശം നൽകി. MLA-മാരായ സേവ്യർ ചിറ്റിലപ്പള്ളി, UR പ്രദീപ്, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വനം, പോലീസ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, കർഷകർ തുടങ്ങി നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം യോഗത്തിൽ വനം വകുപ്പ് ജീവനക്കാർക്ക് നേരെ വടക്കാഞ്ചേരി, ചേലക്കര MLA-മാർ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തി. അകമലയിൽ വനം സ്റ്റേഷൻ നിർത്തലാവാൻ കാരണക്കാർ വനം വകുപ്പിലെ ഉന്നതരാണെന്നും ആക്ഷേപമുയർന്നു. അതേസമയം നിരന്തരമായി വനവാസ മേഖലയിലിറങ്ങി മനുഷ്യർക്ക് നേരെ തിരിയുന്ന വാഴക്കൊമ്പനെ പോലുള്ള കാട്ടാനകളെ മയക്കുവെടിവെച്ച് പിടികൂടി വനാന്തരത്തിൽ വിടണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. CCV ന്യൂസ്, ചേലക്കര.